കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. വിദ്യാദാനം സർവ്വധനാൽ പ്രധാനമെന്നത് കേവലം വിദ്യാർത്ഥികളുടെ ഉപന്യാസ വിഷയമായിരുന്നില്ലെന്നും അത് കുടിയേറ്റ ജനതയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായിരുന്നുവെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. തലശ്ശേരി കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ ചെറുപുഴ തോമാപുരം മേഖലയിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഗമവും ഈ വർഷത്തെ കോർപ്പറേറ്റ് തല അധ്യാപക ദിനാചരണവും ഗുരുസാദരം എന്ന പേരിൽ പാലവയിൽ സെന്റ് ജോൺസ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ്. ചരിത്രത്തെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുനഃസൃഷ്ടിക്കാനുള്ള വ്യഗ്രതയിൽ ഒരു സമുദായത്തെയും സമൂഹത്തെയും അക്ഷരവ്യാപകമായ ആരോപണങ്ങളുടെ ശരശരിയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ തലമുറയ്ക്ക് ദിശാബോധം നൽകിയ അധ്യാപകർ ചരിത്രത്തിന്റെ യഥാർത്ഥ സാക്ഷികളാണെന്ന് ബിഷപ്പ് മാർ പാംബ്ലാനി പറഞ്ഞു. ചടങ്ങിൽ വികാരി ജനറൽ മോൺസിനൂർ ആന്റണി മുതുക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. സീറോ മലബാർ സഭയുടെ മലബാറിലെ വൈദിക പരിശീലന കേന്ദ്രമായ തലശ്ശേരി കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി രജത ജൂബിലി വർഷത്തിലേക്ക്. ജൂബിലി മത്സര ഉദ്ഘാടനം സെപ്റ്റംബർ 5 സെമിനാരിയിൽ നടത്തപ്പെടും. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ വർക്കി വിധേയത്തിൽ 2000 സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ച കാനൂനിക വിജ്ഞാപനം വഴിയാണ് സെമിനാരി സ്ഥാപിതമായത്. നാളെ രാവിലെ 9 സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ജൂബിലി വർഷം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. ചടങ്ങിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അധ്യക്ഷത വഹിക്കും. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, സെമിനാരി റെക്ടർ ഫാദർ ജേക്കബ് ചാണിക്കുഴി, ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലയമറ്റം, കോട്ടയം അതിരൂപത സഹായമിത്ര മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ എന്നിവർ സംസാരിക്കും. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ ഇരുനിലകളിലായി നിർമ്മിച്ച വൈദിക മന്ദിരത്തിന്റെയും വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ആശീർവാദം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ചാടത്ത് നിർവഹിച്ചു. വികാരി ജനറൽ മോൺസിനൂർ ജോസ് വലൂരാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ഫാദർ ഡേവിഡ് ചക്കാലക്കൽ, ഫാദർ മാത്യു പുതുപ്പള്ളിമാലിൽ, ഫാദർ ടോണി വാഴപ്പിള്ളി, ഫാദർ ആന്റണി വടക്കൻ, ഫാദർ ഷോൺസൺ അക്കാമറ്റത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പാലയൂർ മാർത്തോമ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം ഫൊറോന ആർച്ച് പ്രീസ്റ്റ് ഡേവിസ് കണ്ണമ്പുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത്, ട്രസ്റ്റി വി ജോയ്, വികാരി ഫാദർ ഷോൺസൺ CL ജോസ് എന്നിവർ പ്രസംഗിച്ചു. വൈദിക മന്ദിര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവർക്ക് ഉപഹാരവും നൽകി. KCYM തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ 2024-25 പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ചെമ്പേരി ഫൊറോനയിലെ ജോയൽ പുതുപ്പറമ്പിലിനെയും ജനറൽ സെക്രട്ടറിയായി നെല്ലിക്കാമ്പൊയിൽ ഫൊറോനയിലെ അബിൻ വടക്കേക്കരയെയും തെരഞ്ഞെടുത്തു. തോമാപുരം ഫൊറോനയിലെ എമിൽ നെല്ലിക്കുഴിയാണ് ട്രഷറർ. തലശ്ശേരി സാൻജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ നടന്ന സെനറ്റ് സമ്മേളനത്തിലായിരുന്നു ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. സെനറ്റ് സമ്മേളനം അതിരൂപത വികാരി ജനറൽ മോൺസിനൂർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധമ്മയുടെ പിറവി തിരുനാളിന് ഒരുക്കമായും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ 47ാം വാർഷികത്തോടനുബന്ധിച്ചും മാതൃവേദിയുടെ നേതൃത്വത്തിൽ മറിയൻ തീർത്ഥാടനവും മേരി നാമധാരികളുടെ സംഗമവും നടത്തപ്പെട്ടു. മുൻ രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ റവറന്റ് ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ, രൂപത മാതൃവേദി പ്രസിഡന്റ് ശ്രീമതി മേരിക്കുട്ടി പൊടിമറ്റത്തിന് പതാക കൈമാറിക്കൊണ്ട് ജപമാല റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവ് മറിയൻ സന്ദേശം നൽകി. രൂപതയുടെ 13 ഫൊറോനകളിൽ നിന്നും 148 ഇടവുകളിൽ നിന്നുമുള്ള അംഗങ്ങൾ തീർത്ഥാടനത്തിൽ സംബന്ധിച്ചു. രാവിലെ 10 കത്തീഡ്രൽ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുകയും തുടർന്ന് 10:30 ഭക്തി നിർഭരമായ ജപമാല റാലി നടത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ 47 പ്രത്യക്ഷീകരണങ്ങൾ അവതരിപ്പിച്ചു. 47 മുത്തുകുടകളും 47 പതാകകളും ഏന്തി കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് പുത്തനങ്ങാടി വഴി അക്കരപ്പള്ളിയിലേക്ക് മാതാക്കൾ ജപമാല പ്രദക്ഷിണം നടത്തി. കാവുംകണ്ടം സെന്റ് മരിയ ഗൊരേത്തി ഇടവകയുടെ നേതൃത്വത്തിൽ ഭരണങ്ങാനത്തേക്ക് 2ാമത് അൽഫോൺസ തീർത്ഥാടനം നടത്തി. അൽഫോൺസാമയുടെ കബറിട ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും മറ്റു തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ സ്കറിയ വേഗത്താനം നേതൃത്വം നൽകി. തുടർന്ന് ജപമാല പ്രദക്ഷിണവും നടന്നു. ഇടവകങ്ങൾ അൽഫോൺസാമയുടെ കബറിടത്തങ്ങൾ ഒരുമിച്ചുകൂടി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് ഇത് 2ാം തവണയാണ്. ഇടവകയുടെ നേതൃത്വത്തിലാണ് തിരുക്കർമ്മ ചടങ്ങുകൾ നടന്നത്. ധാരാളം പേർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. ജസ്റ്റിൻ മണപ്പുറത്ത്, അഭിലാഷ് കോഴിക്കോട്, ജോഷി കുമ്മേനിയിൽ, ജോജോ പടിഞ്ഞാറയിൽ, ഡേവിസ് കളർകൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുതിയ ESC വിജ്ഞാപനത്തിലുള്ള ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുന്ന വില്ലേജുകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാരുകൾ സ്വതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്നും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും
കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ സെപ്റ്റംബർ 8 ഞായർ ജാഗ്രതാ ദിനമായി ആചരിക്കും. അന്നേ ദിവസം എല്ലാ യൂണിറ്റുകളും ഈ വിഷയങ്ങളിൽ ജനങ്ങളെ ഉൾക്കൊള്ളിച്ച മീറ്റിംഗുകൾ, പ്രതിഷേധങ്ങൾ, നിവേദനം സമർപ്പിക്കലുകൾ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ പ്രതികരണങ്ങൾ നടത്തുവാൻ ശ്രമിക്കണം. അതേസമയം മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി സംഘം ജനപ്രതിനിധികളെ നേരിൽ കാണുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ സമ്മർദ്ദം ചെലുത്തുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലായിടത്തും പ്രോഗ്രാമുകൾ നടത്തുവാൻ ശ്രദ്ധിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് നിർദ്ദേശിച്ചു. വയനാടിന് കൈത്താങ്ങായി ദുരിത മേഖലകളിൽ അകപ്പെട്ടുപോയ ദുരിതബാധിതർക്ക് KCBCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയിലേക്ക് MCYയും റാന്നി മേഖലയിലെ യുവജനങ്ങൾ സമാഹരിച്ച 1,11,750 രൂപ തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയ്ക്ക് കൈമാറി. ചെമ്പത്തൊട്ടി മേഖലയിലെ കത്തോലിക്ക കോൺഗ്രസ് കരയത്തും ചാല യൂണിറ്റ് ജനറൽ ബോഡി യോഗം ഇടവക വികാരി ഫാദർ ജോസഫ് ഓറത്തോൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷോണി മറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് ജോസഫ് മാത്യു കൈതമറ്റ മുഖ്യപ്രഭാഷണം നടത്തി. അതിരൂപത ട്രഷറർ സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൽ, മേഖലാ സെക്രട്ടറി ഷാജിമൻ കളപ്പുരയ്ക്കൽ, സാജു ഇളവുങ്കൽ, ജോസ് അറക്കപ്പറമ്പിൽ, ബേബിച്ചൻ ചെറുപ്പുറം, ഗോവിലി അറക്കൽ, സിജോ മാളക്കൽ എന്നിവർ പ്രസംഗിച്ചു. MCYM പ്രസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഒക്ടോബർ 6 കോന്നി വൈദിക ജില്ലയുടെ ആതിഥേയത്തിൽ പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നടത്തുന്ന എപ്പിക് 2024 ഭദ്രാസന യുവജന സംഗമത്തിന്റെ ലോഗോ പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ മൈനർ സെമിനാരി റെക്ടറും പൂങ്കാവ് ഇടവക വികാരിയുമായ റവറ ഡോക്ടർ സിജോ ജെയിംസ് ചരുവ് പറമ്പിൽ ഭദ്രാസന പ്രസിഡന്റ് ബിബിൻ എബ്രഹാമിന് നൽകി പ്രകാശനം ചെയ്തു. കണ്ണിൽ കനവും കരളിൽ കനലും കാലിൽ ചെറുകുമുള്ള ക്രൈസ്തവ യുവത്വം എന്നാണ് ഭദ്രാസന യുവജന സംഗമത്തിന്റെ പഠന വിഷയം. ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നായി 700ഓളം യുവജനങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഭിന്നശേഷിക്കാർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നതുമായ മക്കൾക്ക് ലഭിച്ചു വരുന്ന കുടുംബ പെൻഷൻ നിർത്തലാക്കിയ ധനകാര്യ പെൻഷൻ വിഭാഗം ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഓട്ടിസം, മെന്റലി ചലഞ്ചഡ്, സെറിബ്രൽ പൾസി തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം 5000 രൂപയാക്കി നിജപ്പെടുത്തിയ ഉത്തരവ് യാതൊരു പഠനവും കൂടാതെയാണ്. ഇതുമൂലം സമൂഹത്തിൽ വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കുഞ്ഞുമോൻ തുമ്പുങ്കൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് വയോജനങ്ങളെ ആദരിക്കലും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. മുംബൈ ഭദ്രാസനാധിപനും അയർലൻഡ് പാത്രിയാർക്കൽ വികാരിയുമായ തോമസ് മാർ അലക്സിയോസ് അന്ത്രിയോസ് മെത്രാപ്പൊലീത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാതാപിതാക്കൾ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും ഇത്തരം സമ്മേളനം ചെറുപ്പക്കാരോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. വയോജനങ്ങളെ സഭ ചേർത്തു പിടിക്കുന്നതും അവർക്ക് പ്രത്യേക സ്ഥാനം നൽകുന്നതും മഹനീയമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സമ്മേളനം കോട്ടയം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തത്. ഇടവകയിലെ 80 വയസ്സ് കഴിഞ്ഞ വയോധികരെ ഉപഹാരം നൽകി ആദരിച്ചു. വയനാട്, നീലഗിരി മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം സർക്കാർ കാണണമെന്നും വനത്തിനുള്ളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും KCYM മാനന്തവാടി രൂപത. KCYM ഭാരവാഹികളുടെ സംഗമമായ യൂത്ത് ലിങ്ക് പരിപാടിയിൽ വെച്ച് KCYM ബത്തേരി മേഖലാ പ്രസിഡന്റ് അമൽ ജോൺസ് തുർദുങ്ങൾ പ്രസ്തുത വിഷയത്തിൽ പ്രമേയാവതരണം നടത്തി. രൂപത പ്രസിഡന്റ് ശ്രീ ജിഷിൻ മുണ്ടക്കത്തടത്തിൽ അധ്യക്ഷത വഹിച്ചു. KCYM മാനന്തവാടി രൂപത ഡയറക്ടർ ഫാദർ സാൻഡ്രോ അമ്പലത്തറ, മുള്ളൻകൊല്ലി മേഖലാ ഡയറക്ടർ ഫാദർ മനോജ് കറുത്തെടുത്ത്, ബത്തേരി ഫൊറോന വികാരി ഫാദർ തോമസ് മണക്കുന്നേൽ, മേഖലാ ആനിമേറ്റർമാരായ സിസ്റ്റേഴ്സും ചടങ്ങിൽ പങ്കെടുത്തു. വൈപ്പിൻ മധ്യദുരന്തത്തിന്റെ 42ാമത് വാർഷികത്തോടനുബന്ധിച്ച് KCBC മധ്യവ്രത സമിതി വൈപ്പിൻ ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും പ്രാർത്ഥനാ ധർണയും നടത്തി. സമ്മേളനം വികാരി ഫാദർ ജോസഫ് തട്ടാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ദേവസി കാട്ടിപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷനായി. ഷെറിൻ ജെ തോമസ്, ഫാദർ ജോസഫ് ഷെറിൻ, സിസ്റ്റർ ആൻ ബേസൽ മുക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളി പിതൃവേദി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. വികാരി ഫാദർ ബെർക്കുമാൻസ് കുന്നുംപുറം നേതൃത്വം നൽകി. പിതൃവേദിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകളും വിത്തും വിതരണം ചെയ്തു. തങ്കച്ചൻ പുളിയാർ മറ്റത്തിൽ, തോമസ് മാടപ്പാട്, വിൻസെന്റ് മാടവന, അരുൺ കുളക്കോട്ടൊടിക്കൽ, ഓഗസ്റ്റിൻ മാത്യു തേവർകുന്നിൽ, ജോസ് കളയാറംഗം തുടങ്ങിയവർ പ്രസംഗിച്ചു. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ക്രെഡിറ്റ് ലിങ്കേജ് വായ്പാ പദ്ധതിയുടെ ഭാഗമായി പയ്യാവൂർ സെന്റ് ആൻസ് പാരിഷ് ഹാളിൽ
മടമ്പം മേഖലയിലെ സ്വാശ്രയ സംഘങ്ങളിൽ വായ്പ ആവശ്യമുള്ള ഗ്രൂപ്പുകളുടെ ലീഡേഴ്സിന്റെ യോഗം നടത്തി. പയ്യാവൂർ സെന്റ് ആൻസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ തണ്ടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ പലിശ നിരക്കിലും എളുപ്പത്തിലും സ്വാശ്രയ സംഘങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിവിധ തരത്തിലുള്ള വായ്പ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. എരവിമംഗലം സെന്റ് മേരീസ് ഇടവകയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പാരിഷ് ഹാളിൽ നടന്ന ട്രസ്റ്റീസ് മീറ്റ് സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ മാർട്ടിൻ കൊളംബത്ര ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഡോക്ടർ ജോൺസൺ ചിറ്റിലപ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അനുസ്മരണ ചടങ്ങുകളും പുരസ്കാരദാനവും ഉണ്ടായിരുന്നു. സിസ്റ്റർ മേഴ്സി, ബ്രദർ പ്രിൻസ് ചിറ്റിലപ്പള്ളി, ജൂബിലി കൺവീനർ KT ബാബു, ജോയിന്റ് ജനറൽ കൺവീനർ MT ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചരൾ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഫാദർ ജെയിംസ് കുരിശുമൂട്ടിൽ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് ഇടവകയിൽ സേവനം ചെയ്ത വിശ്രമ ജീവിതത്തിൽ പ്രവേശിപ്പിച്ച വൈദികരെ ആദരിച്ചു. ചടങ്ങിൽ ഇടവക വികാരി ഫാദർ സനൽ അച്ചാണ്ടി പങ്കെടുത്തു. വിശുദ്ധ മദർ തെരേസയുടെ നാമധേയത്തിലെ പ്രഥമ ദേവാലയമായ നെയ്യാറ്റിൻകര രൂപതയിലെ മേരരിയാട് വിശുദ്ധ മദർ തെരേസ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. പ്രാരംഭ ദിവ്യബലിക്ക് ഫാദർ ജോസഫ് അഗസ്റ്റിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോൺ ബോസ്കോ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈകിട്ട് 7-ന് ദിവ്യബലിയെ തുടർന്ന് ആഘോഷമായ ദിവ്യകാരണ പ്രദക്ഷിണം ഉണ്ടാവും. തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക സൗകര്യമുണ്ടാകുമെന്ന് ഇടവക വികാരി അറിയിച്ചു. യുവദീപ്തി KCYM വാഴക്കുളം ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ രൂപതതല വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മത്സരങ്ങൾ നടക്കുന്നത് വാഴക്കുളം സെന്റ് ജോർജ് വോളിബോൾ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും. പങ്കെടുക്കാൻ താല്പര്യമുള്ള യൂണിറ്റുകൾ സെപ്റ്റംബർ 18-ന് മുമ്പ് തന്നെ അറിയിക്കണം. ഒരു യൂണിറ്റിൽ നിന്നും 2 ടീമിന് പങ്കെടുക്കുന്ന രീതിയിലാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ടീമിന് 500 രൂപയാണ് പ്രവേശന തുകയായി നിശ്ചയിച്ചിട്ടുള്ളത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.